എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത്. കുറേ പേര് കുറേ നാളുകളായിട്ട് കമൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത് അല്ലെങ്കിൽ സ്ലിം ആയിട്ട് ഇരിക്കുന്നത്, എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ. വലിയൊരു വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ ജേണി ഒന്നും പറയാനൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഒരു ഡാൻസ് വീഡിയോ ചെയ്തിട്ട് ഇന്നാൾ ഞാനും അമ്മയും കൂടെ ഒരു ഡാൻസ്, അതിനകത്ത് കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് സ്ലിമ്മായി എന്നുള്ളത്. പുറത്ത് ഭയങ്കര നോയ്സ് ഉണ്ട്, ഞാൻ അപ്പുറം പോയിട്ട് പറഞ്ഞുതരാം ബാക്കി. അപ്പം നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത് 2020 കേട്ടോ, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയം. മുന്നത്തെ മൈൽ സ്റ്റോൺ ക്ലാസ്സുകളെല്ലാം കാണുന്നവർക്ക് അറിയായിരിക്കും എന്നെ ഇങ്ങനെ ഒരു ബലൂൺ വീർപ്പിച്ച പോലെ ഫുട്ബോൾ പോലെയായിരുന്നു എൻ്റെ മുഖം ഉണ്ടായിരുന്നത്. ആ വീഡിയോസിൽ ഇപ്പം കാണുമ്പോൾ നമുക്ക് ഇതെന്താ സംഭവം, ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിക്ക് തോന്നും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയത്. 2020 എന്ന് പറയാൻ കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ സമയത്ത് ഞാൻ മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്, അതായത് പ്രഗ്നൻസി സമയത്ത് ഷുഗർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഷുഗർ കൺട്രോൾ ചെയ്യണം എന്നുള്ള അഡ്വൈസ് ഡോക്ടറെ നിന്ന് ലഭിച്ചത്. സത്യമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, എൻ്റെ വെയിറ്റ് ലോസിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഷുഗർ കുറച്ചു എന്നുള്ളതാണ്. അതായത് പഞ്ചസാരയും മധുരം ഡയറക്റ്റ് കഴിക്കുന്നത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് എൻ്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് കാരണം. അപ്പോൾ ജെന്യുവൻ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പഞ്ചസാര, ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റൈസ് കഴിക്കുന്നതും രാവിലെയും രാത്രിയും ഗോതമ്പ്, കമ്പാരിറ്റീവ്ലി കുറച്ച് ഷുഗർ കുറവ്, കാർബോഹൈഡ്രേറ്റ് കുറവ് ഗോതമ്പിലാണല്ലോ, അതും ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, ബാക്കി സാലഡ്. ഞാൻ വെയിറ്റ് ഇതിൻ്റെ ഡയറ്റൊക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വെയിറ്റ് നല്ലോണം കുറഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് ഷുഗറും നോർമലായിട്ട് ഏകദേശം ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതായി. അപ്പോൾ വെയിറ്റ് കുറക്കണം എന്നുള്ളവർ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ടും വേണം. ആ സമയത്തെല്ലാം ഞാൻ ആ പ്രഗ്നൻസിക്ക് മുമ്പേ എല്ലാം നമ്മൾ തീരെ കൺട്രോളില്ലാണ്ട് ഞാൻ ഷുഗറൊന്നും ഒരിക്കൽ പോലും ചെക്ക് ചെയ്തിട്ട് പോലും ഇല്ല. അതിന് മുന്നേ എനിക്ക് ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. പ്രഗ്നൻ്റ് ആയപ്പോഴാണല്ലോ നമ്മൾ ഷുഗറൊക്കെ നോക്കുക. അതുകൊണ്ട് അതിന് മുന്നേ ഉള്ളതാണോ ആ സമയത്ത് വന്നതാണോ എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞതാണ് ഈ സമയത്ത് ഷുഗർ ഇപ്പോൾ നോർമലി വരാറുണ്ട് ആൾക്കാർക്ക് എന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെ ഷുഗർ കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കുക, ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. രാവിലെയും രാത്രിയും അരിഭക്ഷണം ഒഴിവാക്കുക, ഉച്ചയ്ക്ക് കുറച്ച് റൈസ് കഴിക്കുക, അതിൻ്റെ കൂടെ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഷുഗർ എന്നുള്ള മധുരിട്ട ഒരു സാധനം, ചായയിൽ കുറച്ച് മധുരിട്ടിട്ട് പോലും കഴിക്കാണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വർക്കൗട്ടും കൂടി വേണം. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് വർക്കൗട്ടൊന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല. ഈ ഡയറ്റ് ഫോളോ ചെയ്ത് ഷുഗർ ഒഴിവാക്കിയപ്പോൾ തന്നെ കുറേ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ സാധാരണ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം ഒരു തടി വെക്കലുണ്ട് അല്ലേ, സാധാരണ ആൾക്കാർ. നമ്മൾ കുറേ ലേഹ്യവും അതുപോലെ തന്നെ ചോറും എല്ലാം വാരി വലിച്ച് തിന്നിട്ട് അങ്ങനെ തടി വെക്കലുണ്ട്. പക്ഷേ എനിക്ക് ആ ജസ്റ്റേഷണൽ ഡയബറ്റിക് ആയതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിർബന്ധം ഉണ്ടായിന് ഇനി വെയിറ്റ് കൂടാൻ പാടില്ല, കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷം സാധാരണ ഒരു പ്രസവിച്ച പെണ്ണുങ്ങന്മാർ തിന്നുന്ന പോലെ വാരി വലിച്ച് തിന്നിട്ടില്ല. അപ്പോഴും ഞാൻ ഡയറ്റ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ടുണ്ടായിന്. ചോറൊന്നും വലിച്ച് വാരി തിന്നൂല, മധുരം കഴിക്കൂല, മറ്റേ ലേഹ്യവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അതിന് പകരം നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമ്മൾ നോക്കണം. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ടായിന് കേട്ടോ, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ്. അപ്പം ഈ ജസ്റ്റേഷണൽ ഡയബറ്റിക് പിന്നെയും നമ്മളെ പിന്തുടരാതെ വരുന്നതെല്ലാം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, വീണ്ടും ഈ ഒരു പ്രായത്തിൽ ഷുഗർ വരുമോ എന്നൊക്കെയുള്ള പേടിയുള്ളത് കൊണ്ട് അതങ്ങനെ തന്നെ ഫോളോ ചെയ്തു. കുറച്ചൊരു മധുരം എവിടെ നിന്നും കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വർക്കൗട്ടിന് ജോയിൻ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ആ വർക്കൗട്ട് ചെയ്തപ്പം ഒരു 2 മാസം കൊണ്ട് ഞാൻ 4 കിലോ കുറഞ്ഞിട്ടുണ്ടായിന്. ആ സമയത്ത് കുറച്ചൊരു ഷുഗർ കൂടിയത് വീണ്ടും നോർമലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വർക്കൗട്ടിൻ്റെ ജേണിയൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഡയറ്റ് അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ട് പറഞ്ഞാൽ മാരകമായിട്ട് വർക്കൗട്ടൊന്നുമില്ല. ഞാൻ ആ സമയത്ത് മാക്സിമം 1 മണിക്കൂർ വൈകുന്നേരം അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഷുഗർ. പിന്നെ നമ്മൾ പലരും വെറുതെ ഇങ്ങനെ ചിന്തിക്കും, ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഷുഗറെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ നമ്മളെ
ലൈഫ് എന്ത് ശോകമായിരിക്കും, ഇനി നമ്മൾ എത്ര കാലം ജീവിക്കേണ്ടതാന്ന് അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഞാനും ആദ്യം ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഈശ്വര ഈ പ്രായത്തിലെ നമ്മൾ മധുരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഇനി വലുതാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ ജനറേഷൻ, നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ജനറേഷനാണ്. പണ്ടത്തെ കാലത്ത് 21ാമത്തെ വയസ്സിൽ ആരും ഷുഗർ വന്നിട്ടും അല്ലെങ്കിൽ തലകറങ്ങി പ്രഷർ കുറഞ്ഞ് തലകറങ്ങി വീണ് മരിക്കില്ല, അങ്ങനത്തെ ഒന്നും പണ്ടത്തെ കാലത്ത് ആൾക്കാരൊന്നും കേട്ടിട്ട് വരെ ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ കാലത്ത് 21 വയസ്സിൽ പ്രഷറായിട്ട് തലകറങ്ങി വീഴുക അങ്ങനെയെല്ലാം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 20 വയസ്സ് മുതൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്യണം. ഇനിയുള്ള അങ്ങോട്ടുള്ള ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഷുഗറൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്തിട്ട് തുടങ്ങുക. വർക്കൗട്ടൊക്കെ എന്തെങ്കിലും പറ്റുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ മെലിയുമ്പം ബാക്കി നാട്ടുകാരുടെ എല്ലാം ചോദ്യമായിരിക്കും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ പിന്നെ തീർന്ന്, അയ്യോ ഇതെന്തൊരു മെലിയല്ല മെലിഞ്ഞ്, നോക്ക് വീട്ടിലെന്തോ പ്രശ്നമുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്തോ കുറച്ച് പ്രാരാബ്ധമല്ലാന്ന് തോന്നുന്നല്ലാന്ന് പണ്ടത്തെ ആൾക്കാർ പറയുക. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല. കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് എന്തോ ഇതൊന്നും ഇങ്ങനെ മെലിഞ്ഞേ, ഇതൊന്നും ഇങ്ങനെ മെലിഞ്ഞേന്ന് ചോദിച്ചിട്ട്. പക്ഷേ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജനറേഷനിലുള്ള ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ഇല്ല. അവൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ മെലിഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി കുറേ പേരെങ്കിലും. അപ്പം നമ്മൾ മെലിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും നമ്മൾ കേൾക്കാനേ പാടില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ ഒഴിവാക്കിയിട്ട് നമ്മളെ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കാണാം കേട്ടോ. ഒരു 100 രൂപ മറ്റേ ഒരു ഡയറ്റീഷ്യന് ഫീസ് വരും. മിക്ക ആശുപത്രിയിലെല്ലാം ഉണ്ടാവും ഡയറ്റീഷ്യൻ. അവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള ഡയറ്റ് എങ്ങനെ കഴിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ പ്രഗ്നൻസി സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെയാണ് ഏകദേശം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായി. പിന്നെ ആ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിന്. അവരും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന് എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ അരിഭക്ഷണം തന്നെയാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു 3 ദോശ തിന്നുന്നുണ്ടെങ്കിൽ ഒരു 1.5 ദോശ രാവിലെ തിന്നുക. പിന്നെ ഒരു 11 ആകുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി 1.5 തിന്നുക. അങ്ങനെ ഒരു ഇതിലേക്ക് ഡയറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവെല്ലാം കുറച്ചിട്ട് നമുക്ക് നമ്മുടെ തടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു വർക്കൗട്ട് റുട്ടീൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വേറെ കാര്യമായിട്ട് വർക്കൗട്ട് ഒന്നും ചെയ്യലില്ല. ഡയറ്റ് അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാലും ഭയങ്കര കടുംപിടുത്തല്ല, പണ്ടത്തെ പോലത്തെ ഡയറ്റല്ല, എന്നാലും നോ ഷുഗർ ഡയറ്റാണ് കേട്ടോ. പിന്നെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഈ ത്രെഡ്മില്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ തടി അനുസരിച്ചിരിക്കും കേട്ടോ. നല്ലോണം തടിയുള്ള ഒരാൾ ജസ്റ്റ് ഷുഗർ മാത്രം കുറച്ച് ഒരു അരമണിക്കൂർ ഇങ്ങനെ ട്രെഡ്മില്ലിൽ നടന്നാൽ വെയിറ്റ് കുറയുക എന്നുള്ള കാര്യം ഡൗട്ടാണ്. നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് അത് നിങ്ങൾക്കേ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. എൻ്റെത് ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം ഒരു 1 മന്ത് നോ ഷുഗർ ഡയറ്റ് എടുത്തു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. തടി കുറക്കാൻ വേണ്ടി മാത്രമല്ല, ബാക്കി കുറേ രോഗങ്ങൾക്കും അത് നമുക്ക് ഒരു ആശ്വാസം കിട്ടും. നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും ബോഡിയും നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. കുറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ടോ, ഡയറ്റൊക്കെ ചെയ്യാറുണ്ടോ, എങ്ങനെയാണ് പ്ലാൻ, ഇനി അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് കൂടെ യൂസ്ഫുൾ ആയിരിക്കും.